ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നാം എല്ലാം മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു 7 നന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതെന്താണ് ആ 7 നന്മകൾ എന്ന് നമുക്ക് നോക്കാം. عبيدك من شتات في شتات أتاك وأنت تخبر بالنوى. ആ 7 നന്മകളുടെ പ്രത്യേകത എന്നത് നാം മരിച്ചതിന് ശേഷവും നാം ഖബറിലായിരിക്കെ തന്നെ നാം ആ 7 നന്മകൾ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കും എന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതായത് എല്ലാ മനുഷ്യ ശരീരങ്ങളും എല്ലാവരും മരണത്തെ തീർച്ചയായിട്ടും രുചിക്കും എന്നതാണ്. മരിക്കാത്തതായിട്ട് ആരുമില്ല. അത് ചിലപ്പോൾ നാളെയാകാം, ഇന്നാകാം, ഈ നിമിഷമാകാം. എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുക എന്നത് ആർക്കും നിശ്ചയിക്കാനോ ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത് പടച്ച റബ്ബിന്റെ കയ്യിൽ മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഒരു 7 നന്മകൾ കാരണം കൊണ്ട് നാം മരിച്ചതിന് ശേഷവും അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമ്മുടെ ഖബറിലേക്ക് തരും. അതിൽ ഒന്നെന്ന് പറയുന്നത് മെൻ അല്ലമ ഇൽമ്, അറിവ് പകർന്നു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. കാരണം ഒരു നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ മുസ്ഹഫ് ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക, ദീനി ബോധം പഠിപ്പിച്ചു കൊടുക്കുക, ഇതെല്ലാം ഇൽമ തന്നെയാണ്. നാം നമ്മുടെ മരണത്തിന് ശേഷവും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ കാരണം കൊണ്ട് അവർ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നൽകുന്നതാണ്. 2 ഔ അജറ നഹ്റ, അതായത് ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് വെള്ളത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടി ഒരു നദി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു നദി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. കാരണം ആ നദിയിൽ നിന്ന് ആരൊക്കെ, ഏതൊക്കെ ജീവജാലങ്ങളായാലും ഏതൊക്കെ രീതിയിലുള്ള മനുഷ്യരായാലും ആരൊക്കെ ആ നദിയിൽ നിന്ന് വെള്ളം യൂസ് ചെയ്യുന്നുവോ, ആരൊക്കെ ആ നദിയിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുവോ അതിന്റെ എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖബറിലും തരുന്നതായിരിക്കും. ഇനി 3 ജനങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി ഒരു കിണർ പണിഞ്ഞു കൊടുക്കുക എന്നതാണ്. കാരണം നാം അത് പണിഞ്ഞു കൊടുത്തതിന്റെ കാരണം കൊണ്ട് ആ ജനങ്ങളോ മറിച്ച് ഏതൊക്കെ ജീവജാലങ്ങളോ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുവോ മറ്റേതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും നൽകുന്നതായിരിക്കും. ഇനി 4 ഒരു വൃക്ഷം നടുക എന്നതാണ്, ഒരു ചെടി നടുക എന്നതാണ്. കാരണം അത് വലുതായി അതിൽ നിന്നുണ്ടാകുന്ന ഓരോ പഴങ്ങളും ആരൊക്കെ കഴിക്കുന്നുവോ, ആരൊക്കെ ഭക്ഷിക്കുന്നുവോ, ഏതൊക്കെ ജീവജാലങ്ങൾ അതിൽ നിന്ന് കഴിക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖബറിലും തരുന്നതായിരിക്കും. ഇനി 5 മുസ്ഹഫ് വിട്ടിട്ട് പോകുക എന്നതാണ്. കാരണം നമ്മുടെ മരണത്തിന് ശേഷവും നമ്മൾ കാരണമായി ആ മുസ്ഹഫിൽ നിന്ന്, ആ ഖുർആനിൽ നിന്ന് ആരൊക്കെ പാരായണം ചെയ്യുന്നുവോ, ആ ഖുർആൻ ആരൊക്കെ എടുത്ത് ഓതുന്നുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖബറിലും നമുക്കും തരുന്നതായിരിക്കും. ഇനി 6 ഔ ബന മസ്ജിദ, അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് കയറി നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി പണിഞ്ഞു കൊടുക്കുക എന്നതാണ്. അതിന്റെ ഏറ്റവും ചെറിയ വശം എന്നത് ഒരു പള്ളി പണിയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു പാർട്ട്ണർ ആവുക എന്നതാണ് ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യമായത്. കാരണം നമ്മൾ കാരണമായിട്ട് ആ പള്ളി പണിയുകയും ആ പള്ളിയിൽ ആരൊക്കെ എത്ര നാൾ ആ പള്ളി നീണ്ടു നിൽക്കുന്നുവോ, എത്ര നാൾ എത്ര ജനങ്ങൾ ആ പള്ളിയിൽ കയറി അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖബറിലും എത്തിക്കുന്നതായിരിക്കും. 7 ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, ഏറ്റവും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ 7ാമത് പറയാൻ പോകുന്നത്. കാരണം ദീനീ ബോധമുള്ള മക്കളെ വളർത്തുക എന്നതാണ് 7ാമതെന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള മക്കളെ നമ്മൾ വളർത്തിയാൽ മാത്രമാണ് നാം നാളെ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് ദിനങ്ങളിൽ വന്ന് എല്ലാ ദിവസവും ദുആ ചെയ്യുക, അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് ചോദിക്കുക എന്നത്. അങ്ങനെയുള്ള മക്കള് വളർത്തിയാൽ മാത്രമാണ് ആ രീതിയിൽ അവർ വരികയുള്ളൂ. മറിച്ച് അതിൽ നിന്ന് തിരിച്ചാണെങ്കിൽ അവർക്ക് ദീനൊന്നും കൊടുക്കാതെ, നിസ്കരിക്കാൻ പഠിപ്പിക്കാതെ, ഖുർആൻ ഓതാതെ ആ ഒരു രീതിയിൽ വളർത്തുകയാണ് എങ്കിൽ അവർക്ക് ദീനീ ബോധം കൊടുക്കാത്തതിന്റെ പേരിൽ നാളെ ഖബറിൽ അതിന്റെ ശിക്ഷ നമുക്കും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായിട്ടുള്ള, എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് സ്വന്തം മക്കൾക്ക് ദീനീ ബോധം കൊടുക്കുക എന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, എല്ലാവരും ദീനീ ബോധത്തിൽ
മതത്തോട് ദീനിനോട് വളരെ വില കുറച്ചാണ് കാണുന്നത് പോലും. നമുക്ക് പല സ്ഥലങ്ങളിലും പലവരുടെ രീതിയിലും പലവരുടെ സ്വഭാവങ്ങളിലും നമുക്ക് ഈ ഒരു കാര്യം വ്യക്തതയാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കുക. അവർക്ക് ദീനീബോധം കൊടുത്താൽ മാത്രമാണ് നമ്മൾ ബർസഖിയായ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ പോലും അവർ നമുക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യുന്നത് പോലും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ 7 കാര്യങ്ങൾ പൂർത്തിയാക്കി ചെയ്യാനും പൂർണ്ണമായി ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണത്തിന് മുമ്പ് എപ്പോഴാണ് മരണമെന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്തു വെക്കുക. നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഖബറിലേക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധം എല്ലാവരും ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെല്ലാം തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.